മൂർഖൻ, അണലി, ശംഖുവരൻ, കാട്ടുപാമ്പ്, മണ്ണൂലി, ഇങ്ങനത്തെ കുറേ പാമ്പുകളെ കാണിക്കാനുള്ള വാക്കാൽ അവർ തന്നു. അങ്ങനെ ക്ലാസ് എടുത്തു. പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ ഞാൻ ഈ പാമ്പുകളുടെ പേടി മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈക്കിൽ കൂടി ഞാൻ എല്ലാ പ്രോഗ്രാമുകളും ഞാൻ പാമ്പ് സംസാരിക്കും. പാമ്പിന് സംസ്കൃതമാണ് സംസാരിക്കുന്നത്, മലയാളമല്ല. സർപ്പമല്ലേ, സർപ്പം സംസ്കൃതമല്ലേ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് തമാശ ഒരു വലിയ എന്നെ കൊണ്ട് മൈക്കിൽ ഞാൻ ഇങ്ങനെ ആദ്യം അപ്പം ഇതിനെ കൊണ്ട് കാണിക്കുമ്പോൾ ഇത് പോകും. അപ്പോൾ ഞാൻ മൈക്ക് ബാലൻസ്, എൻ്റെ കയ്യിൽ പാമ്പിനെ ബാലൻസ് ചെയ്യുമ്പോൾ പാമ്പ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പിറ്റേന്നത് വാർത്ത വന്നു, കറണ്ട് പോയി, വാവാ സുരേഷ് ജനങ്ങളുടെ ഇടയിലേക്ക് അപകടകരമായി പാമ്പിനെ പ്രദർശിപ്പിക്കുന്നു. ഏതോ ഒരു സോഷ്യൽ മീഡിയക്കാരൻ കൊടുത്ത വാർത്ത. അതിൻ്റെ പേരിൽ അന്ന് പരാതി വന്നിട്ട് 2024 കേസ് ചാർജ് ചെയ്തു. 3 പ്രാവശ്യം സമൻസ് വന്നു. 4-ാം പ്രാവശ്യം വാറണ്ട് കൊണ്ടേ എൻ്റെ തന്നല്ല, എൻ്റെ അനിയത്തിക്ക് അമ്മയ്ക്ക് സുഹേലനെ വീട്ടിൽ ഗേറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ട് പോയി. ഒരു ജീപ്പിൽ താമരശ്ശേരിയിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു. എൻ്റെ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഗേറ്റിൽ കൊണ്ട് പോയി. അപ്പോൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിയില്ല ചെയ്തു. എനിക്ക് നാണക്കേടൊന്നുമില്ല. അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്ത്, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് കേരളത്തിലൊരു സംഘടന ഇത് ഞാൻ ഈ വിളിച്ച് പറയുന്നുണ്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ കുമളിയിലൊരു അവയർനെസ് ക്ലാസ് കിടും വനം വകുപ്പിൻ്റെ. അതിൻ്റെ അവിടെ ടാർഗറ്റിങ് എന്തായിരുന്നു എന്നറിയാമോ? എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ എന്നെ പൂട്ടണമെന്നുള്ളായിരുന്നു. 8 പേര് ചേർന്നിരുന്ന് സംസാരിച്ചൊരു സംഭവം. 8 പേര്, അതിന് വനം വകുപ്പിൻ്റെ അധികാരി ഒരാളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. അതെന്താ ഇവർക്ക് ഇത്രത്തോളം സുരേഷിനോട് തോന്നുന്നു? അതെന്താണ് കാര്യം തന്നെ, അസൂയ എന്നൊരു സാധനം. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു മേഖലയാണ്.